കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിൻ്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ശൂഹ്യനായ ബിൽദാദ് പറയുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകം 9-10 അധ്യായങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. 8-ാം അധ്യായത്തിൽ ബിൽദാദ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് 9-10 അധ്യായങ്ങൾ. അതിൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിൻ്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കും. അപ്പം നമ്മളെ ദൈവം പരിപാലിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അല്ലേ? ഇവിടെ പറയുന്നത് ജീവനും കൃപയും നീ എനിക്ക് നൽകി. അപ്പം ദൈവം ഇതൊക്കെ നൽകിയ ദൈവം നമ്മളെ പരിപാലിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാലനം ശ്രേഷ്ഠമാണ്. അടുത്ത് പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ച്, നിൻ്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദയയാണ് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവനോടെ ഈ ഭൂമിയുടെ പരപ്പിലായിരിക്കുന്നത്, അല്ലേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു സെക്കൻഡിൽ 6 പേര് മരിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അതിൻ്റെ നടുവിൽ നമ്മളെ പെടുത്താതെ അനേകർ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ഓരോ മണിക്കൂറും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ലോകത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം നമ്മുടെ ശ്വാസത്തെ പരിപാലിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം നമ്മോടുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചേ. ഈ ലോകത്തിൽ അപകടങ്ങൾ നടക്കുന്നില്ലേ, രോഗങ്ങൾ വരുന്നില്ലേ, സ്തോത്രം, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരില്ലേ? നമ്മളൊക്കെ പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്, രോഗങ്ങൾ കടന്നു വരുന്നുണ്ട്. ഡോക്ടർമാർ മരിച്ചു പോകുമെന്ന് വിധി എഴുതിയവരെ നമുക്ക് കാണാൻ കഴിയും. അവരെയൊക്കെ ജീവനെ രക്ഷിച്ച ഒരു ദൈവമഹത്വമുണ്ട്. മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ട ഇടത്ത് ദൈവം ശ്വാസത്തെ പരിപാലിക്കുന്നത് കൊണ്ട് ഓരോ ദിവസവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദയ കടാക്ഷം എത്ര വലുതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയുള്ളവരായിരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തിയാട്ടും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.